അസ്സലാമു കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ വന്നിട്ടുള്ളത് സ്റ്റാർട്ടറായിട്ടും സ്നാക്സായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, ചിക്കൻ ലോലിപോപ്പ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫുഡ് പ്രോസസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഉള്ളി, ചെറിയ ഒരു ഉള്ളി കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, അര ടീസ്പൂൺ ഉപ്പ് വേഗം ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 2 ബ്രെഡ് ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് മുറിച്ചിട്ട് കൊടുക്കുന്നു. അരച്ചെടുക്കണം. 1 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മുരിഞ്ഞായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോലിപോപ്പ് ഇട്ട് പൊരിച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ല, ഒരു പപ്പായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ബോളാക്കി എടുക്കുക. എന്നിട്ട് ഈ വടി സ്റ്റിക്ക് ചെയ്തിടുക. ഇങ്ങോട്ട് ആക്കിയിട്ട് ഒന്നും കൂടി നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. മുഴുവനും ലോലിപോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കണം. ഇതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ലോലിപോപ്പ് ഈ മുട്ടയിൽ നല്ലപോലെ കവർ ചെയ്തെടുക്കുക. ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലോലിപോപ്പും ചെയ്തെടുക്കുക. മുഴുവൻ ലോലിപോപ്പും ബ്രെഡിലും മുട്ടയിലും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഓയിൽ വെച്ച് കൊടുക്കാം. ചൂടായി ഒന്ന് നോക്കാം.
അതിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നര മിനിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് മേൽഭാഗം കരിഞ്ഞോളും, അന്നേരം ഉള്ളു വേവാണ്ടിരിക്കും. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരു ഭാഗം മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് ഫ്രൈ ചെയ്യാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് തിരിച്ചിട്ട് നിർബന്ധമൊന്നുമില്ല. ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ ചില സ്ഥലത്ത് വേവാകുന്നുണ്ടെങ്കിൽ അതും കൂടി ഫ്രൈ ആയിക്കോളും. ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യും. ടേസ്റ്റി ആയിട്ടുള്ള ലോലിപോപ്പ് റെഡിയായി. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.